So welcome back guys to another video. Okay, so ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ 2 ദിവസങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ട്യൂസ്ഡേ ജനുവരി 2026 ആൻഡ് വെനസ്ഡേ ജനുവരി 2026. Okay, so coming to the point. ഞാനിവിടെ എടുത്തിരിക്കുന്ന MNQ ആണ്. എനിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഈ ദിവസത്തെ ഞാൻ ആക്ച്വലി ജേണൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് എടുത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഫ്രൈഡേയാ എടുത്ത് വെച്ച് ഇന്ന് എത്ര കണ്ടിട്ട് ഇന്ന് 15. ഇത് തന്നെയായിരുന്നു, ഞാൻ ഡേറ്റ് മാറിപ്പോയതാന്ന് തോന്നുന്നു എനിക്ക്. 14 ഇവിടെ ഉണ്ടല്ലോ. സെക്കൻഡ്. ഓക്കെ സാറിന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ തന്നെ പോവാം. ഓക്കെ, ഫ്രൈഡേ ഇതല്ലേ. ഓക്കെ, സോ ആദ്യം ഈ ദിവസം പറയാം, എന്നിട്ട് നമുക്ക് ഈ ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, അതായത് നമ്മള് പ്രീവിയസ് ഡേന്റെ ഹൈ, അതായത് മൺഡേന്റെ ഹൈ ട്യൂസ്ഡേ എടുത്തായിരുന്നു. അതൊരു ലിക്വിഡിറ്റി വോയിഡ്, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് അവിടെ നടത്തി. ഞങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന നമ്മൾ ആ ഒരു ഇംബാലൻസിനകത്തോ ആ ഒരു ഗ്യാപ്പിനകത്താണ് സ്റ്റിൽ കറക്റ്റ്ലി ഗോയിങ് ടു. ആൻഡ് ഞാനിവിടെ എടുത്തേക്കുന്ന അനോട്ടേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു വീക്കിന്റെ ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീക്ക് എടുക്കാം. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ വീക്ക് ഞാൻ എടുത്താൽ ഞാനത്തേക്ക് വേണ്ടിയല്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഈ വീക്ക് എടുക്കാം. ഓക്കെ, എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇത് തന്നെയാണ് ഞാൻ എടുത്തതെന്നാണ് തോന്നുന്നത്. എന്നാലും അത് ശരിയാവത്തില്ലല്ലോ. ഇത് ഞാൻ ഇന്നലെ എഴുതുന്നതോ ചെയ്തതാണല്ലോ. സെക്കൻഡ്, ആദ്യം 1 മിനിറ്റിലൊന്ന് പോയി നോക്കണ്ട, എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലാവും. പക്ഷെ ശരിയാ, ഞാൻ എടുത്ത കറണ്ട് നമ്മൾ മറ്റേത് വെച്ച് തന്നെ നോക്കാം. എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സമയം കളയും. അവിടെ കിടക്കട്ടെ. സോ കമ്മിങ് ടു ദ പ്രസന്റേഷൻ. ആദ്യം ഡേറ്റ് മാറ്റണ്ടേ. ഫ്രൈഡേ ആയിട്ടില്ല, 13 ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നാശം. ഓക്കെ, ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ കാണാൻ പറ്റില്ല. ഇത് മൗസ് പോയിന്റർ. എനിക്ക് അങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സോ മൗസ് പോയിന്റർ ഈ ഒരു വീക്കിന്റെ അനോട്ടേഷൻസ് ആണ് നീട്ടി വരച്ചേക്കുന്നത്. സോ എന്തുകൊണ്ട് ഈ വീക്ക് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറന്റ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഇവിടെയാണ്. ഈ ഒരു ഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഹയസ്റ്റ് വീക്ക്. ഓക്കെ, സോ ഗോയിങ് ടു ദ നെക്സ്റ്റ്. ഇതാണ് ശരിക്കും നമുക്ക് വേണ്ടി. ശരിയാ. ഓക്കെ, അപ്പൊ ഈ വീക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. അടുത്ത ഓക്കെ, ടോഗിൾ ചെയ്യാൻ പറ്റുമല്ലേ. ഓക്കെ, സോ
ഓക്കെ. സോ നമ്മുടെ ഇതാണ് പ്രീവിയസ് ഡേ ഇത് 4 അവർ ചാർട്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു ആ, ഈ ഒരു 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇൻവെസ്റ്റ് ആക്കേണ്ടതാണ് എടുത്ത് ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്നു കണ്ടിട്ട് ഒരു നല്ല സുഖത്തിന് തോന്നി. കാരണം ഇവിടെ ഒരു ബി പി ആർ റേഞ്ച് ഉണ്ട്. ബി പി ആർ എന്ന് വെച്ചാൽ ഈ ഒരു 4 അവറും ഈ ഒരു 4 അവർ ഈ ഒരു റേഞ്ചിനകത്താണ് ഇന്നലെ കടന്ന് കളിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു 4 അവർ എടുക്കാൻ കാരണം. ഓക്കെ. സോ ഇവിടെ നമ്മൾ പ്രീവിയസ് ഡേ ഹൈ ഇവിടെ എടുത്തു. ഈ ദിവസമാണ് കേട്ടോ. ഇത് മൺഡേയിലത്തെ ഹൈ ആണ്. മൺഡേന് നമ്മളുടെ ഈ ഒരു റിലേറ്റീവ് ഹൈ എടുത്തിട്ടിരിക്കുന്ന ദിവസം. ഓക്കെ. സോ പ്രീവിയസ് ഡേ ഹൈ അതായത് മൺഡേയിലെ ഹൈ ട്യൂസ്ഡേ എടുത്തു. ഫൈൻ. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സെൽ സൈഡ് എന്ന് പറയുന്നത് സോറി ഇത് കരിയുമ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കും ട്രേഡ് എടുത്തത്. കണ്ടാൽ മനസ്സിലായി 4 അവറിൻ്റെ ഇത്രയും റിലേറ്റീവ് ലോസ് ആയിട്ട് കാണുന്ന ഇത് പിന്നെ ഞാൻ സെൽ സൈഡ് ഒന്നുമാണ് എടുത്തേക്കുന്നത്. ഓക്കെ. അവർലി ചാർട്ടാണ്. സെയിം സാധനം പ്രീവിയസ് ഡേ ഹൈ ബൈ സൈഡ് ലിക്വിഡിറ്റി മൈനർ ഞാൻ പറഞ്ഞില്ലേ കുറെ റിലേറ്റീവ് ലോസ് ഇത് നമ്മുടെ മൈനർ സെൽ സൈഡ് ആവും. ഇത് ഫൈനൽ ടാർഗറ്റ്. ഓക്കെ. സോ ചെറിയ ടൈം ഫ്രെയിം പോയാൽ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു. സോ ഈ ഒരു ഹൈ എടുത്ത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓർഡർ ബ്ലോക്കിലേക്ക് ചെന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അവരുടെ രണ്ടിടത്തും റിജക്ഷൻ ആണ് കിട്ടിയത്. സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നുമല്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ അതായത് ഒരു മിഡ് നൈറ്റ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞ് ഇവിടെ തന്നെ മിഡ് നൈറ്റ് ഓപ്പൺ ആയി. ഇതപ്പോൾ ഏഷ്യൻ ലോ എന്താ പറഞ്ഞ ടേക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ 1 അവർ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ് ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ബേസിക്കലി എടുക്കും. കാരണം ഇത്ര സ്ഥലം ഒരു എന്താ പറയുന്നത് ബി പി ആർ റേഞ്ച് ആയിപ്പോ ഈ ഒരു ക്യാൻഡിലിന്റെ തൊട്ട് താഴെ തൊട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ തൊട്ട് താഴെ വരെ ഞാൻ ഇതും കൂടെ അങ്ങോട്ട് കാണണം വെച്ചാൽ ഇത് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോയത് കൊണ്ടാണ്. ഓക്കെ. സോ ഇതാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്താലും ഒരു പ്രോബ്ലം ഇല്ല. എന്താ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4 അവറിന്റെ 1 അവറിന്റെ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അടുത്തടുത്താണ് ഇതിന്റെ മിഡ് പോയിന്റ് ലൈൻ ഉള്ളത്. ഓക്കെ. സോ ഗോയിങ് ടു സ്മോളർ ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ്. ഓക്കെ. പിന്നെ പ്രീവിയസ് ഡേ ബൈ സൈഡ് നിങ്ങൾക്ക് ഇതൊരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ. 15 മിനിറ്റ് റിജക്ഷൻ ബ്ലോക്ക് നല്ല അടിപൊളി സെൽസ് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ ലോവസ്റ്റ് ലോ ആഫ്റ്റർ 7 o'clock ഇവിടെ 8:30 ഓപ്പൺ ആയി. ന്യൂസ് എന്തോ ഉണ്ടായിരുന്നു, മറ്റേ CPI എന്തോ ഉണ്ടായിരുന്നു. CPI ഒരു പൊക്കമാണിത്. ഓക്കെ. ഈ ഒരു പൊക്കത്ത് ഞാൻ ഇവിടം വരെ ഇത് പൊക്കം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒറ്റ 1 മിനിറ്റിലല്ല ഇത് കയറി അടിച്ചത്. 1 മിനിറ്റ് ഇത്ര എന്തായി പോയിട്ടുണ്ട്. അതായത് ഇവിടെ എന്താ ഈ ഒരു ഹൈ വരെ എന്തോ ആ 1 മിനിറ്റിൽ പോയുള്ളായിരുന്നു. സോ അത് കഴിഞ്ഞാണ് ഇതിങ്ങനെ കയറിയത്. ഓക്കെ. സോ ഞാൻ ഇതിന് അതായത് ഈ ഒരു 9 മണി കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഓക്കെ. സോ ഇതിന് മുന്നേ ഉള്ള കാര്യമാണ് നമ്മൾ ആദ്യം ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ആലോചിക്കട്ടെ. സോ എനിക്ക് ഞാൻ ഇവിടം വരെ വന്ന എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഞാൻ ഇവിടം വരെ ഒന്ന് ഹോൾഡ് ചെയ്തു പറഞ്ഞു. ഇങ്ങനെ പ്രസന്റേഷന് വേണ്ടി എടുത്തേടാട്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 5 മിനിറ്റ് ചാർട്ട് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇച്ചിരിയും കൂടെ റിഫൈൻഡ് ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. സോ ആ പ്രീവിയസ് ഡേ ബൈ സൈഡ് ഇവിടെ എടുത്തു. ഇവിടെ 5 മിനിറ്റ്സ് നല്ലൊരു
റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ കണ്ടാലും ഈ ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ ഒരു നല്ല റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് ഇവിടെ ഒരു ഹൈ ഉണ്ട്. അതായത് ഈ പ്രീവിയസ് ഡെയിലി വീക്കിന്റെ അപ്പർ ക്വാർട്ടറിന്റെ അപ്പർ ക്വാർട്ടറിന്റെ അല്ല, ഹൈയും തൊട്ട ഇരിക്കുന്ന ഹൈ കണ്ടില്ലേ, ആ ഒരു ഹൈ ഇവിടെ എടുത്തു. പിന്നെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് താഴോട്ട് കിട്ടി. അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിന്റെ താഴെ ഒരു നല്ല ഇവിടെ ഒരു ബോഡിന്റെ താഴെ നല്ല ക്ലോസ് കിട്ടിയാലും മതി. വിക്കിന്റെ താഴെ ഒന്നും പോയി കിട്ടണം. ഇവിടെ നമുക്ക് വിക്കിന്റെ താഴെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ അവിടം വരെ പോയി മൈനറും അടിച്ചു, സെൽ സൈഡും എടുത്തു. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അനോട്ടേറ്റ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടി. ഓക്കെ, പിന്നെ ഇവിടെ പറയാൻ എന്തെന്ന് വെച്ചാൽ ഇതിന് 1 മിനിറ്റ് കുറെ കാര്യമുണ്ട്, അത് പിന്നെ നോക്കാം. അപ്പോൾ നമ്മൾ 8 മണ്ടൊക്കെയാണ് നിൽക്കുന്നത്. അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ആൻഡ് വി ആർ ഇവിടെ നോക്കിക്കാണിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന സാധനം പോലും ആ അപ്പർ ക്വാർട്ടറിന്റെ ടച്ച് ചെയ്തതേ ഉള്ളൂ. ചുമ്മാ റാൻഡം ആയിട്ട് എവിടെയും പോയതല്ല. ഓക്കെ, അടുത്തൊരു 1 മിനിറ്റ് ഷെയറിലേക്ക് പോവാം. ഞാൻ എക്സിക്യൂഷൻ ഉൾപ്പെടെയാണ് എടുത്തിട്ടത്. ഓക്കെ, സോ ഓക്കെ ഫൈൻ. നിങ്ങൾ ആ പ്രീവിയസ് ഡേ ബൈ സൈഡ് അവിടെ എടുത്തു, കുറച്ച് താഴോട്ട് പോയി. നല്ല സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നും ഇല്ല. ഇവിടെ ആണെന്ന് തോന്നുന്നു 8:30 എവിടെ സ്റ്റാർട്ട് ചെയ്ത്, ഇവിടെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ സംതിങ് ആണ് 8:30 സ്റ്റാർട്ട് ചെയ്തത്. 8:30 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ ഒരു ചെറിയ മൈനർ ബൈ സൈഡ് ഇവിടെ എടുത്തു. ഈ ഒരു ഇതും കൂടെ നമുക്ക് ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു ചെറിയ ഹൈ ഉണ്ട്, അതും ഒരു ഷോർട്ട് ടൈം ഹൈ ആയിട്ട് എടുക്കാം. നിങ്ങൾ ഇത് ഫോക്കസ് ഓൺ ദ ബോഡീസ് ഓഫ് ദി ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലിന്റെ ബോഡീസിലായിട്ട് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ വിക്ക് എടുത്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ബോഡി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ഫൈൻ. എന്തുകൊണ്ട് ഫൈൻ എന്ന് പറയാൻ കാരണം ഈ ഒരു ക്യാൻഡിലിന്റെ എന്താണ് ക്ലോസിങ് കണ്ടോ, നല്ല അഗ്രസീവ് ആയിട്ട് പോയി. പക്ഷെ അടുത്ത ക്യാൻഡിൽ കണ്ടോ പൊട്ടേന്ന് അതിനെ, അതായത് ഇവിടെയൊക്കെ കണ്ടോ താഴോട്ടൊരു ചെറിയ വിക്ക് പോലും ഇല്ല. ഇവിടെ ഒരു ചെറിയ വിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് നല്ല ക്ലോസിങ്. അടുത്ത ക്യാൻഡിൽ എത്ര റിജക്ട് ചെയ്തു, അത് ഇത്രയും പോയാൽ മതി പോയില്ലേ, അങ്ങനെ പറഞ്ഞു. നമുക്ക് അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ. കാരണം എന്താ, ഈ ഒരു ഹൈ എടുത്തു, ഈ ഒരു ഹൈ എടുക്കുക, ഒരു ഡിസ്പ്ലേസ്മെന്റ് തരാൻ സഹായിച്ച ഒരു ഫെയർ വാല്യൂ ക്യാപിറ്റലാണ് ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ക്യാപ്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചേ കാണാം, ഈ ഒരു ഫെയർ വാല്യൂ ക്യാപിന്റെ താഴെ നമ്മൾ ക്ലോസ് ആയി. എന്നിട്ട് ഒറ്റ ക്യാൻഡിൽ അതിന്റെ മിഡ് പോയിന്റ് ടച്ച് ചെയ്തിട്ട് അതിന് മണ്ടയ്ക്കായിട്ട് ക്ലോസ് പോലും ആയിട്ടില്ലാണ്ട് ഒരു ക്യാൻഡിലെ വിക്ക് മണ്ടയ്ക്ക് വെളിയിൽ പോയി. ബട്ട് ബോഡി എവിടെ ക്ലോസ് ആയിക്കുന്നത്, ഈ ഒരു പച്ച ക്യാൻഡിലെ കാര്യമാണ് അവിടെ. അടുത്ത ക്യാൻഡിൽ എല്ലാം അടിപൊളി. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു, കാരണം ഈ ഒരു ലോ നല്ല ഒരു ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിവിടെ ബ്രേക്ക് ചെയ്ത് കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്തു. പിന്നെ അത് അവിടെ പോയി പിന്നെ നല്ലൊരു ബ്രേക്ക് കിട്ടി റൈറ്റ്. ഇവിടെ ഒരു നല്ല ബ്രേക്ക് കിട്ടി. ഞാനപ്പം എനിക്കാദ്യം ഇവിടെ നിന്ന് എടുക്കണമെന്നായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ അവിടെ പോയപ്പോൾ കണ്ടോ, അവിടെ നിന്ന് എടുത്ത് ഇതിന്റെ മണ്ടയ്ക്ക് വല്ല ഒരു സ്റ്റോപ്പ് ലോസ് അത്രയും മതി. അതായത് നിങ്ങൾ ഇതിന്റെ മണ്ടയ്ക്കൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവിടെ നിന്ന് പോകാനാണെങ്കിൽ അത് ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഞാൻ എവിടെ നിന്ന് എൻട്രി എടുത്തു ഈ ഒരു ക്ലോസ് ക്യാൻഡിൽ കിട്ടും, അതൊരു ബ്രേക്കറായിട്ട് കൺസിഡർ ചെയ്യും. കാരണം ഈ ഒരു ഇതിന് നമുക്ക് ഒരു ഹൈ ലോ ആ ഒരു ഫോമിന് ഇതൊരു ബ്രേക്കറായിട്ട് എടുത്തു. ആ ഒരു ബ്രേക്കറിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ വെച്ച ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയല്ല, ഞാൻ ഈ വണ്ട് കണ്ടോ ഇവിടെ എന്തോ അവിടെ വെച്ചത്. ഇതിന്റെ മണ്ടയ്ക്ക് വെക്കുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, ഇവിടെ നിന്ന് എടുക്കണം. എനിക്ക് തോന്നുന്നു 40 പോയിന്റ് എന്തോ ഉണ്ടെന്ന്, 40 പോയിന്റ് മൈനർ സെൽ സൈഡ്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അടിച്ച് നോക്കിയാൽ മതി. ഈ സെൽ സൈഡ് ഇവിടെ ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്.
നമ്മളപ്പം ഇവിടുന്ന് എടുത്തു. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്താൽ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് കിട്ടി ഇവിടുന്ന് കിട്ടിയത്. അവിടെ എടുക്കഴിഞ്ഞ് ആറായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തു. ചെറിയൊരു ഹൈ അവിടെ ഫോം ആക്കി. അതിനെ ഷിഫ്റ്റ് നല്ലപോലെ ഇത് കിട്ടി. പിന്നെ അത് അവിടേക്ക് വന്നു. ഞാൻ ഈ ബ്രേക്കറിന്റെ കാര്യമല്ല, എനിക്കൊരു 2 അപ്രോച്ച് ക്യാൻഡിൽ കണ്ടു. അത് വെച്ചാണ് ഞാൻ ഇവിടെ എൻട്രി എടുത്തത്. അതായത് പിരമിഡ് എൻട്രി എടുത്തത്. പിരമിഡ് എൻട്രി എടുത്തു. ഇതപ്പോൾ ഇവിടെ പിരമിഡ് എൻട്രി എടുക്കുമ്പോൾ ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ഇവിടോട്ട് ട്രയൽ ചെയ്തു. ഇവിടെ ട്രയൽ ടെസ്റ്റ് ആഫ്റ്റർ പിരമിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എൻട്രി എടുത്തപ്പോൾ ആ എസ്റ്റേറ്റ് ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഫൈൻ. സോ പിന്നെ നല്ലൊരു മൊമെന്റം തന്നു താരേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഈ 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് പ്ലേ വരുന്നത്. ഓക്കെ, നമ്മളെ ഊമ്പിക്കാനായിട്ടൊരു 3 അപ്രോച്ച് ചെയ്യാൻ നല്ല വരുന്നു. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 0 ഇവിടെ വരുമ്പം ഇത്രയും തന്നെ ഒരു മൂവ്മെന്റ് എന്നിട്ട് പിന്നെ ഞാൻ നെഗറ്റീവ് ഇവിടെ കണ്ടതുപോലെ നെഗറ്റീവ് $2-3 അങ്ങനെ അവിടെ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്നത് കാണണം നല്ലത്. കാരണം ഈ ഒരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആണ് ഈ ഒരു 1 മിനിറ്റ് ഇട്ട്. ഈ ഒരു 1 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ഇത് വളരെ ഇവിടുന്ന് പിരമിഡ് ചെയ്യുക. ഓക്കെ, വേറെ ഇല്ല. ഈ ഒരു അതായത് ഈ ഒരു ഹൈന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു സെക്കൻഡ് കൊണ്ടുപോകാം. ഈ ഒരു ഹൈന്നും ഈ ഒരു ലോ ആയിരുന്നു നിങ്ങൾ ഫിബോനാക്കി എടുത്ത് ചുമ്മാ വെക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും മിഡ് പോയിന്റ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു റേഞ്ച് പിടിച്ച ഓൾറെഡി ട്രൈ ടു ടേക്ക് ട്രേഡ് അബവ് ഈ ഒരു പ്രീമിയത്തിൽ നിന്ന്. അതായത് സെറ്റിൽ ചെയ്യുകയാണ് ഈ ഒരു റേഞ്ചിൽ നിന്ന് വേണം സെറ്റിൽ ചെയ്യാൻ. ബൈ ചെയ്യുകയാണ് ഈ ഒരു റേഞ്ചിൽ നിന്ന്. ഓക്കെ, അവിടുന്ന് സെറ്റ് എടുത്തു. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന ഈ 1 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സെറ്റ് എൻട്രി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇവിടെ ഇനി എനിക്ക് സെറ്റ് എടുത്ത് ഞാൻ പറയുന്നത് അത് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ഇതിന്റെ മണ്ടയ്ക്ക് തന്നെ വെച്ചു. കാരണം ഇതിന്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. ഓക്കെ, ഞാൻ അത്ര റിസ്ക് ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾമോസ്റ്റ് ഇതിന് പോയിന്റ് ഒക്കെ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് പിന്നെ എൻട്രി വേണ്ടെന്ന് വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റി ഇവിടുന്ന് എടുക്കാം, ബാക്കി ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റി സെയിൽ സൈഡിൽ നിന്ന് എടുക്കാം. പക്ഷെ ഞാൻ എടുത്തില്ല. എന്തോ ഉണ്ട്, എനിക്കൊന്നും അത്രേ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടം വരെ പോയി. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് 15 മിനിറ്റ് ഇതുവരെ റിജക്ഷൻ ബ്ലോക്ക് ആയിരിക്കും. അവിടെ പോയി ഇവിടെ സോം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ അങ്ങനെ പറ്റത്തില്ല. നിങ്ങളുടെ മാപ്പിൽ തന്നെ പോയോ, നിങ്ങളുടെ ചാട്ടിൽ തന്നെ പോയി നോക്കുക എന്തുവാ നടക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്യൂസ്ഡേയിലത്തെ കാര്യം. നമുക്ക് ട്യൂസ്ഡേയിലേക്ക് പോകാം. ഓക്കെ, സോ അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പുതിയ ഒരു ജേണൽ ഞാനൊക്കെ ചെയ്തു പോകും. എനിക്കല്ലേ അല്ലേ പിന്നെ ഇരിക്കേണ്ടല്ലോ. 2 ദിവസമൊക്കെ അടുപ്പിച്ച് ഇത്ര നല്ലവരൊക്കെ കിട്ടും. ഞാൻ പറയുന്നത് 3-ാമത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ്. ഓക്കെ, നമ്മളിനി ഇൻസേർട്ട് ബ്ലാക്ക്. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. Okay, fine. So, as usual, നമ്മൾ ഓപ്പൺ ഇവിടെയായി. സ്റ്റിൽ ഐ തിങ്ക് അല്ല, കുഴപ്പമില്ല. ഓപ്പൺ ഇവിടെയായി. ഞാനതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഓപ്പൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൻ്റെ വിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
ഓക്കെ ഫൈൻ. ഈ ഒരു ക്യാൻഡിലിന്റെ വിക്കും പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിക്ക് കണ്ടോ, ഈ ഒരു വിക്കിന്റെ 0.7 അതായത് ലോവർ ക്വാഡ്രന്റും ലോയും. ഓക്കെ ഫൈൻ. അപ്പൊ ഇതൊരു ഒരു എന്താ പറയണേ, ഫോട്ടോ എടുക്കണം. ഓക്കെ, കോപ്പി പേസ്റ്റ്. ഓക്കെ, 4 അവർ ഞാൻ വലുതായിട്ടൊന്നും കണ്ടില്ല. അപ്ലോസ് ക്യാറ്റ് മാത്രമേ ഉള്ളൂ. ബ്രേക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്കർ വരെ പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അത്ര കൺസിഡറേഷൻ ചെയ്യുന്നില്ല, കാരണം അവിടെ അതിൻ്റെ അകത്തൊരു അവർലി ഫെയർ വാല്യൂ ഉണ്ടതാ. ഈ ഒരു ടൈമിലാണ് അവിടെ ഞാൻ ട്രേഡ് എടുത്തുള്ളൂ. അതാണ് അവർ. സോ ഇത് ആ ഒരു ബ്രേക്കർ വരെ പോയി ജസ്റ്റ് വിക്ക് തൊട്ടില്ല എന്നേ ഉള്ളൂ. അതുമല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 അവർ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഇപ്പോൾ ഉണ്ട്. എസ് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം, നല്ലതാ. എവിടാണെന്ന് തോന്നുന്നു മിഡ് നൈറ്റിലൊക്കെ. ഇവിടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വേണമെങ്കിൽ 4 അവറിന്റെ ഒരു ഇതിട്ട് കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ 2 സെൽ സൈഡാണ് ഞാനിവിടെ കാണുന്നതൊക്കെ. സോ കോപ്പി, ഇവിടെ ഒരു പേസ്റ്റ്, പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട്. ഓക്കെ ഫൈൻ. ആൻഡ് കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ എന്തിനായിട്ട് ഓക്കെ ഡിലീറ്റ്. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിനകത്ത് എന്താണ് ലൈവിലെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പം കുഴപ്പമില്ല. എനിക്ക് ലൈവിലെടുക്കണമെന്ന് താല്പര്യമുണ്ട്. US 100 വെച്ചെടുക്കാൻ നോക്കും മാക്സിമം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്താ പറയുന്നത്, ലൈവായിട്ട് മറ്റേ പ്രോഫിറ്റ് ആൻഡ് ഈ സംഭവം കണ്ടല്ലേ, ഈ സംഭവം ഇതുമെല്ലാം വെച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്ത് വെച്ചേക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മുടെ ആ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 1 അവർ ക്യാൻ സി ഇവിടെ നല്ല ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഫുൾ ഫിൽ ചെയ്യണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, കാരണം അത്രയും മതി, കൂടുതലായി പോകും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് നിൽക്കുന്നത് നമ്മുടെ ഒരു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സോൺ എപ്പോഴും നല്ലതായിരിക്കും. അത് ഇത്ര ഒരു ഏരിയ, ഈ ഒരു ഏരിയ എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ഈ ഒരു ഏരിയക്കകത്ത് ആണ് നമ്മുടെ ഈ ഒരു 1 അവർ, ഈ ഒരു 4 അവർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 അവർ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു 0.75 0.25 ഇടയ്ക്കാണ്. നല്ല ഒരു സോണാണ്. ഈ ഒരു പ്രീമിയം അറിയാണെങ്കിൽ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് അറിയുകയാണ്. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു അവർലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഓക്കെ, സോ എനിക്ക് മിഡ് നൈറ്റ് ഇവിടെ മിഡ് അവനെ കുറച്ച് ഇങ്ങോട്ട് പോയി. ഇവിടെ ഒരു 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അവിടുന്ന് അടിപൊളിയായിട്ട് റെസ്പെക്ട് ചെയ്തു, താഴോട്ട് അടിച്ചു കയറി. ഓക്കെ, സോ ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ചുമ്മാ വിക്ക് മാത്രമല്ല പോയത്, ബോഡിയോട് ക്ലോസ് ചെയ്യുമ്പോൾ ചുമ്മാ പോയി ക്ലോസ് ചെയ്തു. നല്ലൊരു വിക്ക് എന്നിട്ട് ആണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, സോ ജസ്റ്റ് ഫോർ ദ പർപ്പസ് നമുക്ക് ഇവിടെയും കൂടെ ഒരു അവർലി ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് വെച്ചേക്കാം. ഓക്കെ ഓക്കെ ഫൈൻ, ആരും പോട്ടെ. നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എന്താ പറയുന്നത്, തന്നെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇച്ചിരി സൂം ചെയ്തിട്ടെടുക്കാം.
ഇവിടെയൊക്കെ ഒരു വരയിടാം ഈ ദിവസം നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ. ഇതിടുമ്പോ എന്തോ ചരിത്രം ഇവിടെ വിക്കൊന്നും കാണത്തില്ല ഇതിന്റെ. ഞാൻ അതുകൊണ്ട് ഇവിടെ ഇടുന്നു. ഓക്കെ, ശരി. അവിടെ ഇട്ടാലും രസമില്ല, ഇവിടെ ഇടാം. ഓക്കെ, ഫൈൻ. ഓ, ഇവിടെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിക്കൊക്കെ ഒന്ന് കാണാൻ. സോ 1 hour ഞാൻ ഇവിടെ എടുക്കുന്നു. ഓക്കെ, ഇത് മതി. ഇത്ര സാധനങ്ങൾ എനിക്ക് സ്ക്രീനിൽ മതിയോ നോക്കുക. ഓക്കെ, ഇത്രയും പോരെ, ഇത് കൂടുതൽ എന്ത് വേണ്ടി? ഓക്കെ, സോ ഇത്രയും നമുക്ക് ഇപ്പൊ എടുക്കാം. ഓക്കെ, സെൽ സൈഡ് ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ശരി, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അതാവുമ്പോ ഇച്ചിരിയാണ് പെർഫെക്റ്റ്. ഒരു സെൽ സൈഡ് കാണിച്ചെടുക്കാം. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു വരിയും കളയാം. ഓക്കെ, സോറി, നമ്മൾ 50 മിനിറ്റ് പോയിട്ട് ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറെ ട്രേഡിങ് അവർ പോവാം. ഓക്കെ, കുറെ ട്രേഡിങ് അവരുടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണിത്. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ, ശരി. നമുക്ക് ഇച്ചിരി വിസിബിലിറ്റി ഒരു 15 മിനിറ്റ് വരട്ടെ. ഞാൻ അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ റെഗുലർ ട്രേഡിങ് അവറിന്റെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയി, ഇവിടെ ക്ലോസ് ആയി. ഫൈൻ, കുഴപ്പമില്ല. ഇങ്ങനെ വരയ്ക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം മറ്റേ ഇതായിട്ട് വരയ്ക്കുന്നത് ഈ സാധനം വെച്ച്. സോ എനിക്ക് ഞാൻ 50 മിനിറ്റ് ഈ റെഗുലർ ട്രേഡിങ് അവർ എടുക്കുന്നില്ല, 5 മിനിറ്റ് തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. അതാണോ ഇച്ചിരി നല്ലത്. 5 മിനിറ്റ് റെഗുലർ ട്രേഡിങ് അവർ എടുത്തേക്കാം. ഓക്കെ, ഓക്കെ, 50 മിനിറ്റ് പോന്നു. ഓക്കെ, ഓക്കെ, 1 hour ഫെയർ. ഇതിന്റെ ഈ സംഭവങ്ങൾ അത് അവിടെയാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ അവിടെ ഞാൻ ഇട്ടിട്ടായിരുന്നു. കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു അവർ. പക്ഷേ അത് നമുക്ക് അതും കൂടെ ഇട്ടിട്ടെടുക്കാം. വേണ്ടായും വേണ്ട, പോട്ടെ. ഡ്യൂ ടു ദ നമുക്ക് ആദ്യം ഇല്ലാതെ ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പോലെ ആദ്യം നമുക്ക് 5 മിനിറ്റിൽ പോയിട്ട് കുറെ ട്രേഡിങ് അവറിന്റെ ഒരു അവസ്ഥ കാണിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറെ ട്രേഡിങ് അവറിന്റെ ബൈ സൈഡ് സെൽ സൈഡ് ഒക്കെ കാണാനല്ലോ ഇതിനകത്ത്. ഓക്കെ, ഈ ഒരു ഫ്രെയിം മതി, നല്ലതായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ നമുക്ക് 50 മിനിറ്റിന്റെ സാധനം കൂടെ കാണിച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഫൈൻ. ഓപ്പൺ ആയത് ഇവിടെ ഓപ്പൺ ആയപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ആ സെൽ സൈഡ് എടുത്തിട്ടുണ്ട്, റൈറ്റ്.
മതിയോ? നമ്മളിവിടുത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് താഴോട്ട് പോകും. ഓക്കെ. Sorry for the interruption. Okay, as you can see, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഓക്കെ, 50 മിനിറ്റ് ഇതാണ്. മിഡ് പോയിന്റ് ഒരു ലോവർ ക്വാഡ്രന്റ്. ഇത് ഹൈലോ ഞാൻ മാർക്ക് ചെയ്തില്ല, അത് കാണുമ്പോൾ പുതിയ ഉള്ള ഒരാൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, സോ പ്രീ ന്യൂയോർക്കില് ഇതാണ് ഈ ഒരു എന്താ പറയുന്നത് 15 മിനിറ്റ് ക്യാൻഡിലാണ് ആഫ്റ്റർ 7 o'clock ഹൈ റൈറ്റ്. സോ ഇതൊക്കെ ചെറിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് അടിച്ചു കയറി എടുത്തു, താരോട്ടൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, പിന്നെ ഇവിടെയൊക്കെ കുറെ കളിച്ചു. ഓക്കെ ഫൈൻ. ഇതങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നടന്നു. ഇവിടെ ഒരു ഹയർ ഹൈ ലോവർ. സോ ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ ഇവിടെ കണ്ടു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. വെച്ചത് കാണുന്നത് എനിക്ക് കാണുന്നത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ 50-ക്കൊക്കെ അടിച്ചു കയറി ഈ ഒരു 2 ബൈ സൈഡ് എടുത്ത് വിട്ടിട്ടുള്ള ഒരെണ്ണം കൂടെ എന്തോ ഉണ്ട്, അതും എടുത്തിട്ട് നമ്മൾ പിന്നെ ആ 4 ഹവറിലും ഒരു 1 ഹവറിലോട്ടും കയറി താഴോട്ട് പോവാം. ഓക്കെ, നമുക്ക് 5 മിനിറ്റ് ചാർട്ട്. ഓക്കെ ഫൈൻ, ദിസ് ഈസ് വാട്ട് സംതിങ് വി ആക്ച്വലി നീഡ്. ഓക്കെ, ഇതാണ് ശരിക്കും 15 മിനിറ്റ്. ഇതിന്റെ ഒരു 5 മിനിറ്റ്. താരേയാ 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 താരേ ഇവിടെ അടിച്ചിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്. ഇതൊരു ബ്രേക്കറായിട്ട് കൂട്ടും. ഹൈ ലോ ഹൈ ലോ ഇഷ്ടമാണ്. ഇതിനൊരു ഇതായിട്ട് നല്ലൊരു പ്രൈസ് മൂവ്മെന്റ് ആണ് അല്ലേ? സോറി, നല്ലൊരു പ്രൈസ് ആക്ഷനാണ് ഇന്നത്തെ ദിവസം കിട്ടിയത്. ഓ, ഇതൊരു ബ്രേക്കറാണ്. ഈ ഒരു ബ്രേക്കറിലേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് 0, അതായത് ഓഫ് നെറ്റ്വർക്കും ഇവിടെ ഈ ഒരു പച്ചക്കറിൻ്റെ ഒരു ബ്രേക്കറാണ് ഇവിടെ അടിപൊളിയായിട്ട് വന്നു, പിന്നെ അടിച്ചു താഴെ. അപ്പൊ നമുക്കിതാദ്യം ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, നല്ലൊരു പ്രൈസ് ആക്ഷൻ പോലെ എനിക്ക്. ഓക്കെ ഫൈൻ. സോ ഇനി നമുക്ക് നല്ല പോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. സോ
നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് വേറെ വരിക പോകണം. ഇവിടെ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ഷിഫ്റ്റ് ഒക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഹൈ ഒരു ഇവിടെ എട്ടര ഗ്യാപ്പ് എടുത്തു. കറക്റ്റ് ആ ഒരു 4 ഹവറിന്റെ മിഡ് പോയിന്റ് വരെ പോയി. ആ ഇതിന്റെ മിഡ് പോയിന്റും വരെ പോയി. ആരോട്ട് അടിച്ചു. അനഗോകൾ ട്രേഡിംഗ് അവർ ഇവിടെ ഓപ്പൺ ആവുന്നു. ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ റിലേറ്റീവ് ഹൈ. ഇതാണ് നമ്മുടെ ഒരു ബൈ സൈഡ് എന്ന് പറയാനുള്ളത്. ഓക്കെ, ബിഫോർ 9:30 ഇത് ഒരു ബൈ സൈഡാണ്, ഇതൊരു മൈനർ ബൈ സൈഡ്. നിങ്ങളത് എവിടം വരെ പോയെന്ന് ഇച്ചിരി ഞാൻ ശ്രദ്ധിച്ചോ. ഞാൻ മാർക്ക് ചെയ്തില്ല, ഇപ്പൊ കണ്ടപ്പോഴാണ് എനിക്ക് മാർക്ക് ചെയ്യാൻ തോന്നിയത്. ഇവിടം വരെയാണ് പോയത്. എന്താണിത്? ഞാൻ ശ്രദ്ധിച്ചില്ല. അതും കൂടെ അങ്ങനെയാണെ ആ ഒരു ഇത് മാറ്റേണ്ടി വരും. ഓക്കെ അല്ലേ, ഫൈൻ. പിക്ചറാണ് പെർഫെക്റ്റ് ആയി. ശരി, ഞാനത് വരയ്ക്കാൻ വിട്ടുപോയിട്ട് 8:30 ഓപ്പൺ ആക്കി നല്ലൊരു ഗ്യാപ്പ് ഇട്ടു. 8:30 നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മാനിപ്പുലേഷൻ മൂവ് ആണ്. ജൂഡാ സിംഗ് വരെ. ഓക്കെ, ആരെ പോയി അല്ലല്ല, ഇങ്ങനെയാണ് ശരിക്കും പോയത്. ഓക്കെ, ഇവിടെ ഓപ്പണായി. അല്ല, ചെറിയ ടൈം ഫ്രെയിം പോകുമ്പോൾ കാണാൻ പറ്റും തോന്നുന്നു. താരെ പോയി മണ്ടയ്ക്ക് ഒരു ബൈ സൈഡ് എടുത്തു. ടിൽ വേർ ഇത് റാൻഡം ആയിരിക്കുമല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായത് റെഗുലർ ട്രേഡിംഗ് അവർനെസ് പോയിന്റും വീക്ക്ലി വിക്കിന്റെ മിഡ് പോയിന്റും എല്ലാം റാൻഡം ആയിട്ട് വരുന്നതായിരിക്കും. സാരമില്ല. You can see how that points are respected. ഇത് ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, റെസിസ്റ്റൻസിന് സപ്പോർട്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് സംടൈംസ്. ഓക്കെ, സോ അങ്ങനെ പോയി ഞാൻ പിന്നെ പറഞ്ഞു എനിക്കൊരു ഫെറോറിയ എടുക്കാമെന്ന് വെച്ചാൽ ഇതൊരു ചൂടാ സിംഗുമാരാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എടുക്കാൻ സഹായിച്ചൊരു ഫെറോറിയ പണിയില്ല. ഓ, അതല്ല, ഇത്രയും നേരിട്ട് ആ ഒരു ഫെറോറിയ മിറ്റിഗേറ്റ് ചെയ്തില്ല. മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. നമ്മളൊരു 1 മിനിറ്റ് ചാർട്ടിലേക്ക് പോകണം. വേറെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റും. ഓക്കെ, റിലേറ്റീവ് ഹൈസ് ആണല്ലോ. ഇത് താഴെ പോയി. എൻ്റെ 8:30 എവിടെ? ഇതല്ലേ, ഇതാണ് 8:30. 8:30 ഇവിടെ ഓപ്പണായി താഴെ പോയി. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞാൻ ഫസ്റ്റ് പ്രസന്റ് ഫെയർവെൽ ഗ്യാപ്പ് ആയിട്ട് അടിക്കുന്നത്. 8:30 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ഫെയർവെൽ ഗ്യാപ്പും ഫസ്റ്റ് പ്രസന്റ് അല്ല. ഓക്കെ, ഫൈൻ. 8:30 ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ഫെയർവെൽ ഗ്യാപ്പ് ഫസ്റ്റ് പ്രസന്റ് അല്ല. ഫൈൻ. സോ ആൻഡ് വി ആർ ഓൺലി ലെഫ്റ്റ് വിത്ത് ഈ ഒരു നല്ല ലിക്വിഡിറ്റി എടുത്ത ഒരു ഫെയർവെൽ ഗ്യാപ്പ് മാത്രം. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ഒരു ബൈ സൈഡ് എടുത്ത് ഇവിടെ നമ്മൾ ആ ഒരു 5 മിനിറ്റ് ഓവർ ബ്ലോക്കിലേക്ക് പോയി. നിങ്ങൾ വിചാരിക്കും എനിക്ക് ആ സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നും വേണ്ട എടുക്കാൻ. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. നമ്മൾ പറഞ്ഞ ഈ ഒരു ബൈ സൈഡ് എടുത്തു, ആ ഒരു ഓവർ ബ്ലോക്കിലേക്ക് പോയി. യു ക്യാൻ സീ ഹൗ, അതായത് ആ 1 മിനിറ്റ് ക്യാൻഡിൽ വരെ കണ്ടിട്ട് ഹൗ ഇറ്റ് ഈസ് റെസ്പെക്ടിങ് ദോസ് ലെവൽസ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോൺസിക്യൂട്ടീവ് 3 അപ്ലോസ് ക്യാൻഡിൽസ് വേണ്ടത് ഒരു
ഓർഡർ 1 മിനിറ്റ് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാമല്ലോ. 1 മിനിറ്റ് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എടുത്ത് വരച്ചാലും പെർഫെക്റ്റ് ആയിരിക്കും. ഇത് അലൈൻമെന്റ് കാണാൻ മനസ്സിലാവും. 0.25 ഓഫ് റേഡിയോ ഹൈ, എൻ്റെ കറക്റ്റ് വരെ പോയി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോഴും പറയാറുണ്ട്, അതായത് 0.75 ഓഫ് ന്യൂ വീക്ക് ഓപ്പണിംഗ് അപ്പ് ടു 0.25 ഓഫ് ന്യൂ വീക്ക് ഓപ്പണിംഗ് അപ്പ് എപ്പോഴും നല്ലൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഷോർട്ടോ ബൈയോ ചെയ്യും. എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് ആയതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എടുത്തു. നമുക്ക് നേരെ അടിപൊളിയായിട്ട് താഴെ പോയി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അത്ര അടിപൊളിയായിട്ട് അടിച്ചു കയറിയതിൻ്റെ 0.7 താഴെയാണ് പോയത്, ക്ലോസ് ആയിരിക്കുന്നത്. ഓ, ഇറ്റ് ഈസ് ഷോയിങ് ദാറ്റ് വേണമെങ്കിൽ സെറ്റിംഗ് പ്രഷർ ഒന്നും പറയാം, സീറ്റ് ഒന്നും കേൾക്കണ്ടായത്. അങ്ങനെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിനുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഇതൊരു BPR ആവും, അതായത് ഈ ഒരു റേഞ്ച് തൊട്ട് ഇവിടം വരെ. ഓക്കെ, സോ ആ BPR മിഡ് പോയിന്റ് വരെ പോലും പോയിട്ടില്ല. ഓക്കെ, ഒരു BPR ആവും. ഓക്കെ, BPR എന്ന് വെച്ചാൽ ബാലൻസ് പ്രൈസ് റേഞ്ച്. ICT ഇൻഡെക്സ് എന്താന്ന് മനസ്സിലാക്കും. ഓക്കെ ഫൈൻ. സോ എൻ്റെ ഫസ്റ്റ് എൻട്രി എനിക്ക് തോന്നുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തപ്പോഴായിരുന്നു. ഓക്കെ, സോ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഞാൻ ഇവിടെ ആണോ സെറ്റ് ചെയ്തത്, ഇവിടെ ആണോ സെറ്റ് ചെയ്തത് എനിക്ക് അറിയില്ല. കാരണം ഇവിടെ എന്തോ ഒരു സംഭവം ഉള്ളത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. നോക്കാം. ഓക്കെ ഫൈൻ, സൗകര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. ഇവിടെ ഞാൻ സെറ്റിൽ ചെയ്യാൻ തോന്നുന്നു, എന്തോ ഒരു കാരണം, ഈ ഒരു ലോ കാരണമാണെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു എന്താ ഇത് കണ്ടില്ല, ഈ ഒരു ലോ കാരണം തോന്നി ഞാൻ അവിടെ സെറ്റ് ചെയ്ത്. ഇതൊരു ഡെയിലി ലോ അല്ലേ. സോ വലിയ അറിവില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയാണെന്നോ. ഇവിടെ എൻട്രി എടുത്തു. ഇവിടെ എന്തായിരുന്നു 40 സ്റ്റോപ്പ് ലോസ്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് 2 hourന്റെ ഒരു ട്രേഡ് ആയിരുന്നു. എനിക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടല്ലേ, കാരണം ഇതൊരു നല്ലൊരു ഓപ്പണിങ് ഇത് എടുത്തതല്ലേ. സോ ഹോൾഡ് ചെയ്യാന് ഇവിടം വരെ കിട്ടിയായിരുന്നു, സാരമില്ല, പോട്ടെ. പിന്നെ ഞാൻ രണ്ടാമത്തെ ഒരു ട്രേഡ് എടുത്തായിരുന്നു, അത് വെച്ചിട്ട് അവിടെ പെർഫെക്റ്റ് ആയിരുന്നു. അതെനിക്ക് മാക്രോയിലൊന്നും അല്ല എടുത്ത്, ജസ്റ്റ് നല്ലൊരു പ്രൈസ് ആക്ഷൻ ബൂസ്റ്റ്. പിന്നെ 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ വന്നു. ഞാൻ വിചാരിച്ചത് ടച്ച് ചെയ്ത് ഇവിടെ എടുക്കുക. എനിക്ക് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു എന്താ പറയുന്നേ, ഈ ഒരു ഇത് കണ്ടില്ല, ഇതൊരു എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈസ് ആക്ഷനാണ്. ഒരു ഹൈ, ഇന്റർമീഡിയറ്റ് ടൈം ഹൈ, അഗെയിൻ ഷോർട്ട് ടൈം ഹൈ. അത് കാരണമാണ് എനിക്ക് ഇത് എടുക്കാൻ ഇഷ്ടമുള്ളത്. ഓക്കെ, സോ ഞാനങ്ങനെ ഇത് കണ്ടില്ല, ഈ ഒരു അങ്ങനെ ഞാൻ പറയാം. ഞാൻ എന്നിട്ട് വെയിറ്റ് ചെയ്തു എന്തെങ്കിലും കിട്ടുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ. ഇവിടെ ഇത് പോയി റിജക്ട് ചെയ്തു, ഇവിടെ അത് പോയി റിജക്ട് ചെയ്തു. അടുത്ത ക്യാൻഡിൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ എനിക്ക് ആ ഒരു കട്ട്സ് ഇല്ല, കാരണം ഇതിന് 1/5% കിടപ്പുണ്ട്. വിചാരിച്ചു ചിലപ്പം തൊട്ടാ ചിലപ്പം നല്ലതായിരിക്കും. എന്നിട്ട് അടിച്ച് താഴെ പോയി. ആൻഡ് ഇതൊരു ഫസ്റ്റ് ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഞാൻ അതിൻ്റെ മിഡ് പോയിട്ടും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് എൻട്രി എടുക്കണം, ഇവിടെ എല്ലാം സ്റ്റോപ്പ് ഇടുക, എന്നിട്ട് സെൽ സൈഡ് വരെ ഹോൾഡ് ചെയ്യുക. ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, അങ്ങനെ ഞാനൊരു മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ചാൽ, ഈ പേപ്പർ ട്രേഡിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ആവത്തില്ല. ഞാൻ ഇവിടെ എൻ്റെ ഇതിട്ടു, എന്താ പറയുന്നത്, ലിമിറ്റ് ഓർഡർ ഇട്ടു, ഇവിടെ സെല്ലിട്ടു, വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇത് എടുത്തില്ല. ഇത് ഇവിടം വരെ പോയിട്ട് ഈ ഓർഡർ എക്സിക്യൂട്ട് ആണ്, ഫില്ലാവുന്നില്ല. ഞാൻ അറിയാതെ ഇവിടെ നിന്ന് എന്തോ ഒരു എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ അവിടെ കൊണ്ട് അങ്ങനെ എൻ്റെ കുറച്ച് RR പോയി. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, നല്ല അടിപൊളി ട്രേഡാണ്. നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാം കിട്ടും. അത് ഫില്ലായിരുന്നെങ്കിൽ അത്ര നണ്ടി കിട്ടും, അത് നല്ല ട്രേഡ്. ഇവിടെ ഉണ്ട് എനിക്ക് 40 എന്തോ ആയിരുന്നു, 35 40 എന്തോ ആയിരുന്നു.
ഇവിടെ SL ഇടുക, ഓൾമോസ്റ്റ് 2.24 കിട്ടും. 2.5 എന്തോരം കിട്ടും. ഓക്കെ, സോ അതായിരുന്നു എൻ്റെ ട്രേഡിൽ നിലത്ത്. സോ ഐ ക്യാൻ വെയിറ്റ്. സൈസ് ആ ഒരു ഇവിടുന്ന് എടുത്തു പാരാലി ക്യാപ്പിൽ നിന്ന് ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പൊട്ടത്തര ഞാൻ ചെയ്തില്ല. ഞാൻ ഇവിടുന്ന് എടുക്കാനാണ് സ്റ്റിലും നോക്കണം. എനിക്ക് ലൈവ് ഒന്നും ഇടാൻ ഇത്ര താല്പര്യമില്ല. കാരണം അപ്പൊ എനിക്ക് ലാപ്ടോപ്പ് 5 വർഷം ആവാറായി. 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെതായിട്ടൊരു പരിമിതികളൊക്കെ ഉണ്ട്. ഇപ്പൊ കുത്തിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളെ സാധനം ഇവിടെ സെല് ചെയ്ത് സത്യം ഇവിടുന്നാണ് ഞാൻ സെല്ലടിക്കേണ്ടത്. ബൈ ബാക്ക് ഫ്രം ആ ഒരു സെൽ സൈഡിൽ നമ്മൾ ചെയ്തു. സോ നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കല്ലേ. സോ മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു PDF ഞാൻ ഉണ്ടാക്കുന്ന PDF വേണമെങ്കിൽ ഫ്രീ ആയിട്ടത് ഞാൻ ഒരിക്കലും കൊടുക്കാൻ ഒരു ഇല്ല. പൈസക്ക് വേണമെങ്കിൽ DM എല്ലാം ചെയ്താൽ തരാം. അത് കിട്ടി. ഓക്കെ, ഫൈൻ. സോ അവിടെ എനിക്കൊരു പാർട്ടോടെ വേണം അല്ലേ? ഓക്കെ, ഇത്ര ഇതും കൂടെ വേണം. പെർഫെക്റ്റ്. ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ട് വേണം. ഇത് ക്ലിയർ ആയിട്ട് തന്നെ വേണം. നമുക്ക് ചിലപ്പോൾ ഒരു ഇമേജ് കൂടെ വേണ്ടി വരും. ഈ ഒരു ട്രൈസാക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ട്രൈസാക്ഷൻ. ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഫൈൻ. ഒരു ആഫ്റ്റർനൂൺ സെക്ഷൻ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇതൊന്നും കൂടെ എടുക്കാം. ഓക്കെ, ഫൈൻ. ഐ തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ നിന്ന്. ഇഷ്ടപ്പെട്ട ലൈക്കോ സബ്സ്ക്രൈബോ വല്ലതും ചെയ്യുക. ചെയ്തതിലും എനിക്കൊരു കുഴപ്പമില്ല. നോ പ്രോബ്ലം. പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 9:30 ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു, അതായത് 7 മണിയിലല്ലോ ദുബൈ ന്യൂയോർക്ക് ഇടുന്നത്. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും കൂട്ടുണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതൊരു ജൂഡാസിങ് ആണ്. നിങ്ങൾ നിഫ്റ്റിയൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ചില ദിവസം രാവിലെ 9:15 മൈര് 3 നടത്തും. എല്ലായിടത്തും ചെന്നായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത്. ആ സെയിം സാധനമാണ് ഇവിടെ നടക്കുന്നത്. വേറെ ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾ നിഫ്റ്റി എത്ര ട്രേഡ് ചെയ്യുന്നത്? രാവിലെ ഒരു 9:15 3:30 വരെ. ആ ഒരു സെയിം സാധനമാണ് ഇവന്മാരുടെ ഈ റെഗുലർ ട്രേഡിംഗ് അവർ പോയാൽ ഇവന്മാരും ചെയ്യുന്നത്. കണ്ടില്ലേ? അത്രേ ഉള്ളൂ സത്യം പറഞ്ഞ ഇവന്മാരുടെ ഒരു ട്രേഡിംഗില്. ബാക്കിയെന്ന് വെച്ചാൽ 24 hours ഓപ്പൺ ആകുമ്പോൾ ഉള്ള ആ ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് ആണ്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. നമ്മുടെ നിഫ്റ്റിന്റെ കൂട്ടൊക്കെ തന്നെയാണ് സംഭവം. ബട്ട് ഇത്രയും കൂടെ നല്ല പ്രൈസ് മൂവ്മെന്റ്സും റിവാർഡൊക്കെ നല്ല തരുന്ന ഒരു സാധനമാണ്. അത്രേ ഉള്ളൂ. ഐ തിങ്ക് എനിക്കിനി ഇവിടെ ഒന്നും വേണ്ട. ജസ്റ്റ് എഡിറ്റിംഗ് എവിഡിറ്റിംഗ് ഒക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം നോട്ട് ഗോണ വേസ്റ്റ് മൈ ടൈം എനിമോർ. ഓക്കെ.
അതും പോയി ഇതും പോയി. സെൽ സൈഡ് രണ്ടും പോട്ടെ. ചാർട്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കും. ഇങ്ങനെ ഒരു 9:30 ഒന്നും ഇവിടെ ഇടരുത് സത്യം പറഞ്ഞ. ഓക്കെ, ഇപ്പൊ പ്രൈസ് ക്ലീൻ. ഓക്കെ, എന്താ കുട്ടപ്പനായിട്ടുണ്ട് ഇപ്പൊ. ഓ, എന്താ വേണം. Okay guys, so thanks for watching. Have a great day. Have a nice week. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ 2 ദിവസം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ആഴ്ച ട്രേഡ് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചെറ്റത്തരമാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ഇപ്പം കൊളായിന്ന് വീഡിയോ കാണിച്ച പോലെ എത്ര ആറായി? 2, 4, ഒരു ദിവസത്തിന് 4 1% റിസ്ക് ചെയ്യുകയാണെങ്കിൽ 4% ഇന്ന് ഒറ്റ ദിവസം. ഇന്നലെ എനിക്കൊന്ന് ഞാൻ 2 ട്രേഡ് എടുത്തില്ലേ. അത് പിരമിഡ് ആണെങ്കിൽ ശരി, ഒരെണ്ണം ഒരു 1%, മറ്റൊരു 0.5 വെച്ച് എടുക്കുകയാണെങ്കിൽ അതൊരു 3 എന്തെങ്കിലും അടിച്ചെന്ന് തോന്നുന്നു. അതായത് 1.5 into 3, 1 into 3, 4.5%. അതായത് 8% നിങ്ങൾ ഒരാഴ്ച ഉണ്ടാക്കി. ദാറ്റ് ഈസ് വേ ഗുഡ്. അവിടെ നിർത്തുക. ആ ഒരു എന്താ പറയുന്നത്, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് വേണം. ഇന്നിനി ഞാൻ ചിലപ്പോഴേ ഉള്ളൂ, കാരണം കൂട്ടുകാരുമായിട്ട് വെളിയിലേക്ക് വന്ന് പോകുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു ബൈക്കൊക്കെ ഓടിക്കാൻ കിട്ടി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ബൈക്ക് ഓടിക്കുന്നത്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഓടിച്ചു, അത്രേ ഉള്ളൂ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.